സമയപ്പോൾ ജനങ്ങൾ കൂടിയല്ലേ, കച്ചവടക്കാരുണ്ട്, ജനങ്ങളും കൂടി. വാങ്ങിത്തരാൻ മോനെ, അവിടെ തെറുപ്പ് കാണാൻ തരണ്ടാ. ഓയ് ഊഞ്ഞാലോ? അതിൻ്റെ ഉള്ളിൽ വേറെ പൈസ കൊടുക്കേണ്ടി വരും. ആ പൈസക്ക് പുറത്ത് നമുക്കുള്ള ചായയും കടില്ല. ഓക്ക് ബർഗർ അത്ര ബർഗർ ചെറിയ ഐറ്റംസ് പോരാ. നമ്മളെ വീട്ടിലുള്ള ചോറും കൂട്ടാനൊക്കെ. ചാരിക്കട്ടാ ഇവിടെ ഇരുന്ന് നമ്മള് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങിത്തരട്ടാ. മുട്ട പോലത്തെ കച്ചട്ടാ. അറിയില്ലല്ലോ. പാർക്കിന്റെ അവിടെ എത്തിയില്ലേ? അല്ലേ, അത് അവിടെ ഒന്നും ആ സൈഡില് അവിടെ ഇരിക്കല്ലേ. ഹലോ, അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ നമ്മൾ ബി എം കായലിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് റിസോർട്ട് ഐസ്ക്രീമിന് ഇങ്ങനെ കരഞ്ഞിരുന്നു. അപ്പോൾ റിസോർട്ടിക്ക് മാത്രം ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ചായ അടിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ അനൂസ് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. പിന്നെ എന്താ പറയുക,
മിന്നൂസ് പിന്നെ അവിടെ മെയിൻ ചെയ്തിട്ടില്ലോണ്ട്. പിന്നെ അനൂസ് ഭയങ്കര ദേഷ്യത്തിലാട്ടാ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അറിഞ്ഞപ്പോൾ ദേഷ്യത്തിൽ കുറുമ്പൊക്കെ കാട്ടി മുതിർപ്പിച്ച് കേട്ടാ. അപ്പോൾ കുഞ്ഞങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ദേഷ്യം പിടിച്ചെന്നിട്ട്. അപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി ചായയും എന്തെങ്കിലുമൊക്കെ തിന്നാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വാങ്ങണ്ട വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കായലിൻ്റെ അവിടെ കുറച്ചേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആ കായലിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ സ്ഥലം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ സത്യത്തിൽ. എന്താ വെച്ചാൽ അപ്പോൾ ഒരു മനുഷ്യനില്ല കേട്ടോ ആ സമയത്ത് അവിടെ. പക്ഷെ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരു വേറൊരു സ്ഥലമാണ് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ തോന്നും. കാരണം അവിടെ ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും ആ കായലിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഒരുപാട് ആളുണ്ട് കേട്ടോ. നമുക്ക് പിടിച്ച ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല ഇംഗ്ലീഷ് ഇട്ട് പറയാൻ അവിടെ ഉണ്ടായി. അവിടെ അതിന്റെ കോട്ടൺ പച്ചക്ക് ഇത് തിന്നണ്ട. പിന്നെ അവിടെ പോയി തോണ്ടണ്ട, എടുത്തെറിയും. ചെറിയൊരു ക്ലിയർ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കാല് നീട്ടി അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ എല്ലാവരും ഇരുന്നു കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം കുറച്ചേക്കരയുള്ള സ്ഥലം. അപ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു. ഞാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ ഭയങ്കര കരച്ചിട്ട് കേട്ടോ. എന്തൊക്കെയോ ഒരു ദേഷ്യം ഇതൊക്കെ. അങ്ങനെയാണ് അവിടെ കാലൊക്കെ നിവർത്തി കുറച്ചേരം ഇരിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നത്. അപ്പോൾ റിസോർട്ട് അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് എന്തൊക്കെയോ വെള്ളത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കണമുണ്ട്. അങ്ങനെ എന്താ പറയുക, മക്കളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അനൂസിനോട് ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് വായുടെ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് പോകാൻ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ. എനിക്ക് നേരത്തെ ഐസ്ക്രീം കിട്ടാത്ത ദേഷ്യമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ആണുങ്ങൾ മാത്രമുള്ള കമ്പനി ഉണ്ട്, ആണുങ്ങൾ ഫാമിലി ആയിട്ടുണ്ട്, പിന്നെ ചെക്കന്മാർ തമ്മിൽ ഫ്രണ്ട്സായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ ഒരു മാരിബാൻ കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ സത്യത്തിൽ അവിടെ ഈ ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ളത്. പിന്നെ കായലിൻ്റെ തീരത്ത് നല്ല തണുത്ത കാറ്റും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ. എന്താ പറയുക, കുറേ സമയം ഇരിക്കും സത്യത്തിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് നിൽക്കുകയാണെങ്കിൽ. ഇരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ. അത്രയും സുഖം കിട്ടാൻ തണുത്ത കാറ്റും എണീറ്റ് പോരാനേ തോന്നില്ല. പിന്നെ ദൂരത്തേക്ക് നോക്കുമ്പോൾ കായലും വെള്ളവും പിന്നെ കുറേ അവിടെ കാടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരുന്തൊക്കെ അങ്ങനെ പറക്കുന്നുണ്ട്. കുറേ പേരെന്തൊക്കെയോ കൊണ്ട് അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. വീടോ? ഓ നോക്കട്ടെ കേട്ടോ, വീടുണ്ട് അതിൽ. എനിക്ക് കാണിച്ചു തരണം. എവിടെ വീട്? നോക്കട്ടെ. എവിടെ വീട്? ഞാൻ നോക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരും. ഓക്കെ. എവിടെ വീട്? വാച്ചൂടെ ഇപ്പൊ നോക്കട്ടെ. കുട്ടി അവിടെ വീട്? അവിടെ വീടൊന്നുമില്ല. ഇമ്പൊക്കെ നോക്കട്ടെ. ഓൻ അവിടെ വീട് കണ്ടിക്കണ്. അത് വീടാണ്. ഞങ്ങൾക്കൊക്കെ കാടാണ്. ഞങ്ങക്ക് വീടാണ്. കാടാണ്, പുലിയൊക്കെ ഉള്ള. വിമാനത്തിൽ പോവേ? അപ്പൊ ഒരു മീന് അതവിടെ ഇപ്പൊ അങ്ങനെ തട്ടിയിട്ടുണ്ടാവും ഓന ഷെയ്ഡിൽ നിന്നപ്പോ. എവിടെ വിമാനം? അപ്പൊ വരും. എവിടെ വിമാനം? കാണിച്ചട്ടിക്ക മീനാണത്. കാക്ക പറഞ്ഞു നോക്ക്. കാക്ക അങ്ങോട്ട് കാണിച്ചടിക്ക. അവിടെ അല്ല, ഇവിടെ പിന്നെ പറഞ്ഞു കാണിച്ചടിക്ക. അമ്മച്ചിക്ക് പോയാ?
ഇവിടെ അങ്ങനെ സത്യത്തിൽ നമ്മൾ കുറേ ടൈം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ മക്കളൊന്നും വീഡിയോസ് വിളിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ബർഗർ വാങ്ങിത്തരാം മറ്റേ വാങ്ങിത്തരാന്നൊക്കെ പറയാം. സത്യത്തിൽ മക്കൾക്ക് അല്പം വിശന്നിക്കണെന്ന് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ചോറിന് പോയതിന് ശരിക്കും വിശപ്പ് മാറാനുള്ള പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വാങ്ങി കഴിച്ചിരിക്കണ്. അപ്പോൾ സത്യത്തിൽ ഞാനത് മറന്നിരുന്നു. നമ്മൾ അനൂസ് മോൻ ഇങ്ങനെ വിശക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് പെട്ടെന്ന് വിശക്കും. മിന്നുട്ടി പിന്നെ വിശക്ക് അങ്ങനത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ മക്കൾക്ക് അവിടെ നിന്ന് പോവുക പറഞ്ഞപ്പോൾ ഒരു ഇത് അപ്പോൾ അവർ ഇതിലിങ്ങനെ ഇരിക്കണം കേട്ടോ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാറുണ്ട് കണ്ട് അങ്ങനെ കുറച്ചൊക്കെ ടൈമിൽ നമ്മളവിടെ ഇരുന്ന് പിന്നെ ആൾക്കാർ കൂടുതൽ തുടങ്ങി. എന്തോ തിന്നാണ് അത് ശരി. ഞാൻ വിചാരിച്ചൊക്കെ മുട്ടായി തരാതെ തിന്നുണ്ടോന്ന്. എനിക്ക് പോക്കറ്റിൽ മുട്ടായൊക്കെ വാങ്ങിയിട്ടിരിക്കണല്ലേ. അങ്ങോട്ട് നോക്കാൻ പറ്റൂല. ഞാനും അതാണ് ഇങ്ങനൊക്കെ ആൾക്കാർ ഇരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് അങ്ങനെ നമ്മൾ കയറി റോട്ടിലെത്തി വണ്ടി ഓട്ടോ കയറിയിട്ട് അങ്ങനെ പോരാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ റോട്ടിലൊക്കെ നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ. പിന്നെന്താ പറയുക. അപ്പോൾ ഞങ്ങളവിടുന്ന് പോകുന്നു. പിന്നെ പോരുമ്പോൾ വൈകുന്നേരം ഞാൻ ചായ അടിക്കാൻ വിചാരിച്ച്. പിന്നെ അത് അതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരും കേട്ടോ. അസ്സലാമു അലൈക്കും.